നമസ്കാരം സ്നേഹത്തുമ്പികളെ, ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരിക്കടുത്തുള്ള കുമ്പിച്ചൽക്കടവ് പാലത്തിലാണ്. കഴിഞ്ഞ സർക്കാർ വളരെയധികം കൊട്ടിഘോഷിച്ച് നടത്തിയതാണ് ഈ കുമ്പിച്ചൽക്കടവ് പാലത്തിൻ്റെ ഉദ്ഘാടനം. നല്ല ഒരു പാലമാണ്, മറ്റൊരു നാടുമായിട്ട് ബന്ധിപ്പിക്കുന്ന പാലമാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പാലമാണ്. ഒരു നദിക്ക് കുറുകെ നിർമ്മിച്ചിട്ടുള്ള പാലങ്ങളിൽ ഏറ്റവും വലിയ പാലം കൂടിയാണിത്. ഈ പാലത്തിനക്കരെ ഒരു നാടുണ്ട്, പുരവിമല എന്നാണ് ആ നാടിൻ്റെ പേര്. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അവിടെ ജീവിക്കുന്നത്. അവരുടെ ജീവിതം വളരെ ദുരിതപൂർണ്ണമാണ്. അപ്പോൾ ഈ പാലം മാത്രം കളർഫുള്ളായിട്ട് ഉണ്ടാക്കിയിട്ടാൽ പോരാ, അതിനപ്പുറമുള്ള ജനജീവിതം കൂടി കളർഫുള്ളാകണം. അങ്ങോട്ട് പോകുമ്പോഴുള്ള റോഡൊക്കെ വളരെ ശോചനീയമായിട്ടുള്ള അവസ്ഥയിലാണ്. പോകെ കാണിച്ചു തരാം അവരുടെ ജീവിതം എന്താണ്. ആ ഊര് മൂപ്പനെ നമുക്ക് കാണണം, അവരുടെ കൂടുതൽ കാര്യങ്ങൾ അറിയണം. യാത്രയിലേക്ക് സ്വാഗതം. അപ്പോൾ ആ വണ്ടികളൊക്കെ വളരെ ശോചനീയമായിട്ടുള്ള റോഡിലൂടെയാണ് മുകളിലേക്ക് കയറുന്നത്. എനിക്ക് പുറകിൽ കാണുന്നതാണ് ആ പാലം കടന്നെത്തുന്നത് ഇവിടേക്കാണ്. ഈ റോഡ് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, വളരെ പണിപ്പെട്ട, നമുക്ക് നടന്നാണെങ്കിലും വണ്ടിയിലാണെങ്കിലും കയറാൻ പറ്റുള്ളൂ. അത്രയും ശോചനീയമായിട്ടുള്ള അവസ്ഥയിലാണ് ഈ റോഡ് കിടക്കുന്നത്. എത്ര നാളുകൊണ്ട് ഇങ്ങനെ കിടക്കുന്നത്? ഒരു വർഷം കഴിഞ്ഞ്. ഇതാണ് പുരവിമലയിലേക്കുള്ള റോഡ്. അവരുടെ മെയിൻ റോഡ് ഇതാണ്. ഈ മരത്തിൻ്റെയൊക്കെ വലിപ്പം നോക്കിക്കേ. ഇങ്ങനെയുള്ള വലിയ വലിയ വൃക്ഷങ്ങളാണ് ഈ റോഡുകളുടെ നടുക്കായിട്ടുള്ളത്. ഒരു വണ്ടിക്ക് ഓപ്പോസിറ്റ് മറ്റൊരു വണ്ടി വന്നാൽ പോകാൻ പറ്റില്ല എന്ന് മാത്രമല്ല, അത്യാവശ്യം വലിപ്പമുള്ള ഒരു വണ്ടിക്ക് പോലും കഷ്ടിച്ചേ പോകാൻ പറ്റുകയുള്ളൂ. ഇപ്പം മഴയില്ലാത്തത് കൊണ്ട് ഇവിടെ ഇങ്ങനെ നിന്ന് സംസാരിക്കാൻ പറ്റും. മഴയാണെങ്കിൽ ഇവിടെ മുഴുവൻ ചെളിയെ പൊതഞ്ഞ് നമുക്ക് നടക്കാനും വണ്ടിക്ക് പോകാനും ഒന്നും പറ്റാത്ത അവസ്ഥയാണ്. ഇതാണ് ഇവരുടെ ആശുപത്രി. മുകളിൽ ബോർഡൊക്കെ ഉണ്ട്. പുരവിമല ഹെൽത്ത് സെൻ്ററാണ്. പക്ഷേ വളരെ അടിപൊളി കെട്ടിടമല്ലേ, ഇതിനെന്താ പ്രശ്നമെന്നൊക്കെ നിങ്ങൾ ചോദിച്ചേക്കാം. ഉദ്ഘാടനം കഴിഞ്ഞിട്ട് മാസങ്ങളായി, ഇതുവരെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. 2025 50 ലക്ഷം രൂപ മുടക്കിയാണ് ഇതിൻ്റെ പ്രവർത്തനം ഇതിൻ്റെ നിർമ്മാണം ഉദ്ഘാടനം നിർവഹിച്ചത്. ഹരീന്ദ്രൻ MLA തന്നെ ആയിരുന്നു അന്നും. 50 ലക്ഷം രൂപ. ഒരു വർഷത്തിന് ശേഷമാണ് ഈ കഴിഞ്ഞ മാർച്ച് മാസത്തിലായിരുന്നു ഇതിൻ്റെ ഉദ്ഘാടനം. അതും ഹരീന്ദ്രൻ MLA തന്നെ ആയിരുന്നു. എന്നിട്ട് ഇതിങ്ങനെ അടച്ചു പൂട്ടിയിട്ടിട്ടുണ്ട്. നല്ല ഒരു കെട്ടിടം, ഒരു ചുറ്റുമതിലില്ല, ഗേറ്റില്ല, ഇങ്ങനെ അനാഥമായിട്ട് പൊടി കയറി കിടപ്പുണ്ട്. ഇവിടെയുള്ള ആളുകൾ കിലോമീറ്ററുകൾ താണ്ടിയാണ് ഒരു ആശുപത്രിയിൽ എന്തെങ്കിലും അസുഖം വന്നാൽ പോകുന്നത്. പിന്നെ ഈ ആശുപത്രി കെട്ടിടം കൊണ്ട് ആർക്കും പ്രയോജനമില്ല എന്ന് പറയാനൊക്കത്തില്ല. ഇവിടെ കണ്ടില്ലേ, ഇതെല്ലാം മദ്യക്കുപ്പികളാണ്. ഇവിടെ മദ്യസേവയ്ക്കുള്ള ഒരു സ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ്. സർക്കാരിൻ്റെ 50 ലക്ഷം രൂപ ജനങ്ങൾക്ക് പ്രയോജനപ്പെടാതെ പൊടി മൂടി കിടക്കുന്നു. ഇങ്ങോട്ട് വരുന്ന വഴി ഇവിടെ ഒരു വീട് കണ്ടതാണ്. ആ വീടിൻ്റെ അവസ്ഥ ഉണ്ടോ? തീ പിടിച്ച് പോയതാണെന്നാണ് പറയുന്നത്. ഈ അമ്മയുടെ വീടാണ്. അമ്മയുടെ പേരെന്തുവാ? സുലോചന. ഇത് മൈക്ക് ശബ്ദം കേൾക്കാൻ വേണ്ടി, അവർക്ക് ഇതിൽ കൂടെ പറയുമ്പോൾ എല്ലാവർക്കും കേൾക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വെക്കാനാ? അങ്ങനെ പിടിച്ചോ. അടുത്തിങ്ങനെ പിടിച്ചോ. എത്ര നാളായി വീട് തീ കത്തിപ്പോയിട്ട്? അച്ഛൻ പറയുന്നു, കാര്യങ്ങൾ പറയുന്നു. ഏപ്രിൽ മാസം 11 എങ്ങനെ തീ പിടിച്ച്? 5-6 സീറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ചിമ്മിനിയിലാണിട്ടിരുന്നത്. അതിൽ നിന്ന് എങ്ങനെ ഊന്ന് വിഴുന്ന് അങ്ങനെ തീ പിടിച്ച് അങ്ങ് പോയി. അങ്ങനെ ഫയർഫോഴ്സ് വന്നാണ് തീ അണച്ചത്. ഫയർഫോഴ്സിനൊക്കെ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുമോ? പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങോട്ട് പോയിട്ട് അദ്ദേഹം ഇവിടെ വന്നു. അദ്ദേഹം കൊണ്ട് അദ്ദേഹം വിളിച്ച് വന്ന് അവർ വന്ന് പിന്നെ പോലീസ് വന്ന്. ഇതാണെങ്കിലും കഷ്ടമുണ്ട് ഇവരുടെയൊക്കെ ജീവിതം. ഒരു നല്ല വഴിയും ഇല്ല, സൗകര്യങ്ങളും ഇല്ല, അല്ലേ? ആശുപത്രി അവിടെ കെട്ടിയിട്ടിട്ട് നിങ്ങൾക്ക് ചികിത്സ കൂടെ ദൂരെയാണ് നമ്മൾ പോണത്. ഒരു കഷായ ആശുപത്രിയിലായാലും ഞാൻ ഇപ്പം കുട്ടമലയാണ് പോണത് കഷായം വാങ്ങിച്ചു കുടിക്കാൻ. എങ്ങനെ പോകും ഇവിടുന്ന് മായത്ത് കയറി മായത്തുനിന്ന് പോകും ബസ്സിൽ. നിങ്ങൾക്ക് സ്വന്തമായിട്ട് വണ്ടിയൊന്നും ഉള്ള നടന്നാണ് യാത്രയല്ല. അപ്പോൾ ഈ വൃദ്ധരായിട്ടുള്ള ആളുകളൊക്കെ മാത്രം താമസിക്കുന്ന സ്ഥലങ്ങളാണ്. ഇവർ രണ്ടുപേരും തന്നെയാണ് ഇവിടെ. പെട്ടെന്ന് രാത്രിയിലൊക്കെ ആർക്കെങ്കിലും അല്ലേ ആരോഗ്യത്തിനൊരു ബുദ്ധിമുട്ടൊക്കെ വന്നാൽ അവർക്കൊക്കെ അത്യാവശ്യമാണ് ഈ ആശുപത്രികൾ. നമ്മൾ മരുന്ന് അല്ലെങ്കിൽ BP ഷുഗർ ഇതൊക്കെ നോക്കണമെങ്കിൽ വെള്ളവും കയറി മായത്ത് പോകണം, അല്ലെങ്കിൽ ആനപ്പാറ പോകണം, എന്നാലേ നോക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് ഉപയോഗത്തിനാണ് ഒരു കാര്യം ചെയ്യുന്നത്. നമുക്കൊരു പ്രയോജനം ഇല്ലെങ്കിൽ പിന്നെ കെട്ടിയിട്ടിട്ട് കാര്യമില്ലല്ലോ. അവിടെ വേറെ ഒന്നും പറ്റില്ല, കറണ്ട് ഇല്ല, വെള്ളമില്ല, ആൾക്കാരും അതിൻ്റെ ഉള്ള ഒരു ഉപകരണം ഒന്നുമില്ല. ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നതേ ഉള്ളൂ. കെട്ടിടം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല.
ഇനി എന്തുകൊണ്ട് അവർ പറയുന്നില്ലേ കാര്യം? അവരൊന്നും പറയണേ. അവർ പറയണത് ഇനി ആശാ വർക്കർമാരോ ആരാരൊക്കെ എന്തോ കൊടുത്താലേ ഉള്ളൂ. എന്നെ അമ്പൂരി പഞ്ചായത്തിൽ നമുക്കൊന്നും പറഞ്ഞൊരു ഒന്നുമില്ല, ഒരുപാടും ഫണ്ടില്ല എന്നാണ് അമ്പൂരി പഞ്ചായത്തുകാർ പറയണത്. ആദ്യം ഇരുന്ന ഭരണക്കാരും അറിയപ്പം വിചാരിച്ച് പുതിയ ആൾക്കാർ വരുമ്പോൾ എന്തെങ്കിലും കിട്ടുമെന്ന്. അവർ വന്നിട്ട് കാര്യങ്ങളൊന്നും ഇല്ല. ഇനി അവർ പഠിച്ചിട്ട് അവിടെ വായന ഒന്നുമില്ല. ഇതൊക്കെയാണ് പറഞ്ഞത്. ഇതൊക്കെ കെട്ടിയിട്ടിട്ട് കാര്യമല്ല. ആശുപത്രി ആകുമ്പോൾ സാധനങ്ങൾ വേണ്ടേ, അതിനുള്ള ഉപകരണങ്ങളൊക്കെ ഉണ്ടെങ്കിലല്ലേ അത് പ്രവർത്തിക്കാൻ പറ്റും. അവർ പഞ്ചായത്തിൽ ഫണ്ടില്ലെന്നാണ് അവർ പറയുന്നത്. നിങ്ങളുടെയൊക്കെ ജീവിതമാർഗ്ഗം തൊഴിലുറപ്പൊക്കെ തന്നെ? തൊഴിലുറപ്പല്ല, വേറെ തൊഴിലുറപ്പില്ലാത്ത സമയങ്ങളിൽ ഇപ്പോൾ നമ്മൾ പറമ്പുകളിൽ എന്തെങ്കിലുമൊക്കെ പണികൾ ചെയ്യും. ഇപ്പോഴൊന്നും ഒന്നും ചെയ്താലും കിട്ടൂല. ഭയങ്കര ആന, പന്നി, പോത്ത്, ഭയങ്കര ശല്യം. ആന വരും, അപ്പുറത്തെ സൈഡിലെല്ലാം ആന വരും. വ്ളാവ് ഇത് ഒന്നും പണ്ടൊക്കെ എന്തെങ്കിലും കൃഷി ചെയ്താൽ നമുക്ക് കിട്ടും. ഇപ്പോഴൊന്നും കിട്ടൂല. കപ്പയോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണമെങ്കിൽ പുറത്ത് പോയി വാങ്ങണം. ഇവിടെ നിന്നൊന്നും കിട്ടൂല. അങ്ങനെ ഭയങ്കര ശല്യം. ഇത്രയും പണ്ടൊന്നും ഇതേപോലെ ശല്യമില്ല. പണ്ടൊക്കെ നമ്മൾ ഇതേപോലെ വന്നാൽ ഓട്ടിച്ചൊക്കെ വിടും. ഇപ്പോഴങ്ങനെയൊന്നും ഓട്ടിക്കാൻ പറ്റില്ല. എങ്കിൽ പുറത്തുകാർ കേസ് എടുത്ത് പിന്നെ അതിൻ്റെ പുറകെ നടക്കേണ്ടവരും. അങ്ങനെ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആദായങ്ങളൊക്കെ ഉള്ളതൊക്കെ ഒറ്റയും പാട്ടവും വെച്ചു പിന്നെ കേസ് പറയാൻ നടക്കേണ്ടവരും. അതുകൊണ്ട് പിന്നെ ആരും ഇപ്പം കൃഷിയൊന്നും ചെയ്യൊക്കെ ഇല്ല, നിവൃത്തിയില്ല. ചെയ്തത് മടുത്ത് ജോലി ചെയ്ത് നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ആദായം കിട്ടിയാലല്ലേ ഞങ്ങളുള്ളൂ. പിന്നെ പുറത്തുനിന്ന് അങ്ങനെ വേറെ ആൾക്കാർ വരാനൊന്നും വാങ്ങാനോ അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെ ഇങ്ങനെ ഇവിടെ ഒരു കട പോലും കാണുന്നില്ല. നിങ്ങൾക്ക് അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ അമ്പൂരി പോകണം. പിന്നെ ചെറിയ ചെറിയ കുഞ്ഞു കടകളൊക്കെ ഉള്ളൂ, അല്ലാതെ വേറെ. എങ്ങനെയുണ്ട് ജീവിതമൊക്കെ ഇവിടുത്തെ ജീവിതത്തിനെ കുറിച്ച് എന്ന് പറഞ്ഞാൽ ഈ മൃഗശല്യം തന്നെ. ഈ റബ്ബർ വെച്ചാൽ നമ്മൾ എത്ര വർഷം കൊണ്ടാണ് കാത്തിരുന്ന് കൊച്ചുങ്ങളെ വെച്ചുകൊണ്ടിരിക്കും പോലെയാണ് ഈ റബ്ബറെല്ലാം വെച്ച് വളർത്തിയെടുക്കുന്നത്. പക്ഷേ അല്ലാത്ത ചെറു കൃഷികളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റൂല. ചെറു കൃഷിയുടെ കടയിൽ ചെന്നൊക്കെ വാങ്ങണതാണ് നമുക്ക്. അതാണ് ഒന്നും പറ്റില്ല ഇപ്പം. പിന്നെ ഈ നമ്മളിപ്പോൾ എല്ലാം കടയിൽ നിന്ന് വാങ്ങുന്നത് ഈ മരം വെട്ടും സീറ്റൊക്കെ കൊണ്ടുവന്ന് വിറ്റ് അവിടെ നിന്ന് എല്ലാം നുള്ളി പറക്കി വാങ്ങിച്ചോണ്ട് വരണം. കാച്ചിലായാലും ചേമ്പായാലും ചേനയായാലും എല്ലാം പച്ചക്കറികളും ഇപ്പോഴിനി വയ്ക്കാൻ പറ്റൂല. ഇപ്പോഴൊക്കെയുള്ള സമയത്ത് നേരത്തേക്കാണെങ്കിൽ പിന്നെ ഒരു കുറവുണ്ടായിരുന്നു. ഇപ്പോൾ പെരുത്ത് കിടക്കണം ഇഷ്ടം പോലെ ഉണ്ട്. നെറ്റിയിൽ ഇത് പച്ച എപ്പ കുത്തി അതൊന്ന് സൂം ചെയ്തേ. അവിടെ ഉണ്ട് ഉണ്ടല്ലേ? അതും ചെയ്യാവേ. അത് കാണിച്ച് തുടച്ചോ? അത് ഇങ്ങനെ ഒരു ചടങ്ങുള്ളതാണോ? ഇല്ല പിന്നെ വെറുതെ കുത്തുന്നതാണ്. അത് വെറുതെ അങ്ങനെയല്ലേ? അങ്ങനെയൊന്നും അല്ല. അത് കൊച്ചുനാളിൽ നമുക്കൊന്നും അറിഞ്ഞൂടാ. പച്ച കുത്തുന്നവർ വരും. പച്ച കുത്തുകാർ വരും. അവര് കുത്തണം. അപ്പോഴേക്കും ഞാൻ പൊടിയായിരുന്നു. ചെറുതിലേ ഇപ്പോഴെങ്കിലും താമസിക്കുന്നില്ല. അന്ന് അമ്മയുള്ളപ്പോ അമ്മ ഇതൊക്കെ കുത്തിച്ചു നമുക്ക് 2 പേർക്കും ഉണ്ട്. ഇത് ശൂലം പോലെ കുത്തിയിരിക്കുന്നത്. അവക്ക് പൊട്ടാണ് കുത്തി. അതെ അതൊരു ചെറിയ പൊട്ടുണ്ട്. ഞങ്ങൾ പറയാനുള്ള യാതൊരു കാര്യം തന്നെ പറയുള്ളത്. നമ്മളെ ജീവിതം കഷ്ടപ്പാടുകളെ ശല്യം കൊണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞല്ല, ഞാൻ ഇന്നലെ 3 തവണ ഞാൻ പറഞ്ഞ തൈ വെച്ച് ഒന്നും കിട്ടിയിട്ടില്ല. മരം വെച്ചിട്ട് കിട്ടിയില്ല. വന്ന് വെച്ചാൽ ലക്ഷങ്ങൾ മടക്കിയാണ് വെച്ചത്. എന്നിട്ട് ആരും 10 പൈസ തരാനോ ഒന്നിനുമില്ല. അതെല്ലാം നഷ്ടപ്പെട്ട ഒരു കമ്പിയോ ഒരു മുള്ളുവേലിയോ ഒന്നും അവർ തന്നിട്ടില്ല. അതിനെ പറഞ്ഞാൽ ഒരു നല്ലൊരു ആശുപത്രി വെച്ച് നമുക്ക് വേണ്ടി വെച്ചതാണ്. പക്ഷെ അത് പ്രവർത്തനമില്ല. അത് അവർ പ്രവർത്തിക്കുള്ളതാണ്, അവർ പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ ഞാനും ഇന്നലെ എൻ്റെ ഈ മൈനിയാരാണ് എൻ്റേത്. ഞങ്ങൾ ആശുപത്രിയിൽ പോയി വെള്ളം ഇരുന്നിരുന്ന് തളർന്ന് എന്തു നേരം എടുത്ത് വന്നപ്പോൾ അതേപോലെ വെയിലും വെക്കെ എല്ലാം കൊണ്ട് ഇരുന്നിരുന്ന് വള്ളക്കാരെ സമയത്തിന് വരൂല. നമുക്ക് അസുഖങ്ങളെ പിന്നെ പറയാൻ ഒക്കില്ല. അസുഖങ്ങളെ ഉള്ളൂ. ആശുപത്രി പോയാലേ ഗുളിക വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ഇത് പെട്ടെന്ന് കിട്ടിയാൽ നല്ലതെന്നാണ്, നമ്മൾ അടുത്ത് കിട്ടിയാൽ നല്ലതെന്ന് നോക്കിയിട്ട് അത് കിട്ടാൻ പോരില്ല. അതുപോലെ തന്നെ റോഡും എന്തായാലും റോഡ് താറിടും. റോഡ് 2 വർഷമെങ്കിലും പിടിക്കുമെന്നാണ് അവർ പറയണത്. 2 വർഷം പിടിക്കും. മഴ പെയ്താ വലിയ പാടല്ലേ? മഴ പെയ്താൽ വരൂല. വണ്ടി വരും, ബസ് വരൂല. സ്കൂൾ ബസ് ഉണ്ട്, ഒരു ബസ്. കുട്ടികൾക്ക് പോകാനുള്ള ബസ്സുണ്ട്. നമുക്കൊരു ബസ് കിട്ടണം. ഒരു പാലം നമുക്ക് നല്ലതാണ്, അത് കിട്ടിയത് നല്ലതാണ്. അതേപോലെ നമ്മളെ നാട് നമ്മൾ മരിച്ചു പോയാൽ നമ്മൾ മക്കള് തലമുറക്ക് അത് അതേപോലെ നല്ലൊരു ജീവിതത്തിലോട്ട് പോകണം. മക്കൾ നമ്മളെ പോലെ കിടക്കരുത്. അവർ പഠിച്ച് നല്ല മക്കളാവാൻ വേണ്ടി ബസ്സും വേണം, ചെറിയ വണ്ടികൾ. പിന്നെ അങ്ങോട്ട് പഠിക്കാൻ പൈസ ബുദ്ധിമുട്ട്, ഹോസ്റ്റലിലൊക്കെ നിൽക്കാനും. നിങ്ങൾക്ക് സ്കോളർഷിപ്പുകളും അതുമൊക്കെ തരുന്നില്ലേ സർക്കാർ? ഏതെങ്കിലും പിള്ളേർക്ക് കിട്ടിയില്ല. അല്ലാതെ ഒന്നും കിട്ടണമെന്നില്ല. ആദ്യം സൈവന്റ് ഒക്കെ പിള്ളേർക്ക് കിട്ടുമായിരുന്നു. ഇപ്പൊ അതൊന്നും ഇല്ല. സൈവന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. പഠിപ്പിക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടിലാണ് ഞങ്ങളെ ജീവിതങ്ങള്. ഒന്ന് വേല ചെയ്താൽ കിട്ടൂല. അപ്പോഴും പറയാം
പറമ്പത്തിന് പണി ചെയ്ത വനം കയറി കിടക്കുന്ന പറമ്പത്ത് പണി ചെയ്താൽ കിട്ടൂല. ജോലി ചെയ്തിട്ട് ഒന്നും കിട്ടൂല. വിള ചെയ്തെടുക്കാൻ പറ്റൂല. പ്ലാവും പന്നിയും മൃഗങ്ങൾ ആന പോത്തെന്ന് പറയണ്ട, എല്ലാം ഉണ്ട്, എല്ലാ മൃഗങ്ങളുണ്ട്. ഇവിടെ നമുക്ക് എത്രയോ വർഷകാലം കൊണ്ട് പറയണം, നിങ്ങൾ ഒന്ന് എന്തെങ്കിലും ഒരു നടപടി നിങ്ങൾ ചെയ്തു തരണം. ചുറ്റുവേലിയോ മുള്ളുവേലിയോ എന്തെങ്കിലും അത് ചെയ്തു തരണില്ല. കപ്പ വാങ്ങിക്കണമെങ്കിൽ 1 കിലോ കപ്പ 100 രൂപ 50 രൂപ കൊടുത്ത് 60 രൂപ കടയിൽ നിന്ന് വാങ്ങിക്കണം. പുറത്തുനിന്ന് വാങ്ങിക്കണം. അമ്പൂരിന്ന് പോകണമെങ്കിൽ ഇവിടെ നിന്ന് 200 രൂപ കൊടുത്ത് വണ്ടി വിളിച്ച് 300-400 രൂപ കൊടുക്കണം വണ്ടിക്ക്. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് 600 രൂപ കൊടുക്കണം. ഇവിടെ നിന്ന് അമ്പൂരി പോയിട്ട് ഇവിടെ പറഞ്ഞതിന് ഒരു ദിവസം കൂലി എത്ര കിട്ടും നിങ്ങൾക്ക്? 300 രൂപ തോരണത്തിന് വേഗം കിട്ടും. അങ്ങനെയാണ്. അതിപ്പോൾ അത് ഉള്ളതുകൊണ്ട് അതുള്ളതുകൊണ്ട് പിടച്ച് പോണ്. അതുള്ളതുകൊണ്ട് ഞങ്ങൾ പിടച്ച് പോണ്. പിള്ളേരെ നല്ല ഇതിലൊക്കെ പഠിപ്പിക്കണമെന്നൊക്കെ നമുക്ക് നല്ല മനസ്സിലുണ്ട്. പക്ഷേ പിള്ളേർക്കും പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതിനുള്ള പൈസ എന്നാലും പരമാവധി 10ാം ക്ലാസ് വരെയൊക്കെ പോകുന്നുള്ളൂ പിള്ളേര്. എന്നാലും ജോലിക്കൊക്കെ പോകണമെങ്കിലും ദൂരോട്ടൊക്കെ അല്ലേ പോകാൻ ദൂരെ പോകാൻ പറ്റുള്ളൂ. ദൂരെ തന്നെ റബ്ബർ വെട്ടാനൊക്കെ തങ്ങി കിടന്നതിന് പോണതൊക്കെ നമ്മൾ പോകുമ്പോൾ ഈ കൊച്ചു പിള്ളേരൊക്കെ പോയി മരം വെട്ടാനൊക്കെ പോയാൽ അവരെ കൊണ്ട് കഴിവില്ല. അതുപോലെ ഈ കൊറോണ ഇഞ്ചക്ഷനൊക്കെ എടുത്തതിന് ശേഷം ആർക്കും ജോലിയൊന്നും ചെയ്യാൻ വയ്യ. അങ്ങനെ ഉണ്ടല്ലേ? നിങ്ങളെല്ലാവരും എടുത്തായിരുന്നല്ലേ? എല്ലാവരും എടുത്ത മുട്ട് കൈ കാല് നമുക്ക് അത് എടുക്കാതിരുന്നപ്പോ ഒരു കുഴപ്പമില്ല. അത് എടുത്തില്ലെങ്കിൽ റേഷൻ കിട്ടൂല, അത് കിട്ടൂല, ഇതുപോലെ ഒരുപാട് നമ്മൾ ഭീഷണിപ്പെടുത്തിയിട്ടില്ല. നമ്മളെ പേടിച്ച് ഓടി. നമുക്ക് വന്നിട്ടില്ല. ഈ വെറുതെ ഇരിക്കുന്നവർക്ക് കുഴപ്പമില്ല, ജോലി ചെയ്യുന്നവർക്ക് പക്ഷെ ഇത് എടുത്തതിന് ശേഷം ഒന്നിനും പറ്റൂല. എല്ലാവർക്കും അങ്ങനെ തന്നെ. ജോലി ചെയ്യണം എല്ലാവർക്കും മുട്ടിനും കാലിനും എല്ലാ പ്രശ്നമാണ്. ചുമട് എടുക്കാൻ ഒരു ജോലിക്കും പറ്റൂല. പിന്നെ അത് തൊട്ട് അങ്ങോട്ട് ഒന്നിൽ തൊടുത്തി അസുഖങ്ങളായി. നിങ്ങളുടെ ആഹാരമൊക്കെ എങ്ങനെയാ? പ്രത്യേക എന്തെങ്കിലും റേഷൻ കടയിൽ നിന്ന് വേറെ എന്തെങ്കിലും പ്രത്യേകം കിട്ടുന്നുണ്ടോ? ഇല്ല. റാഗി ഒന്നും കിട്ടുന്നില്ല ഇവിടെ? ഗോതമ്പ് മാവുണ്ട്. അല്ല വേറെ അങ്ങനത്തെ ആഹാരം പറയുമ്പോ നമ്മൾ ഇതിനകത്തൊക്കെ ഉള്ള ആഹാരങ്ങള് നമ്മൾ പിന്നെ മീനൊക്കെ നല്ലത് കിട്ടും? പുഴമീൻ കിട്ടും? നല്ലതൊന്നും പുഴമീൻ കിട്ടും. അല്ലാതുള്ള മീനൊക്കെ ദിവസങ്ങൾ കഴിഞ്ഞ മീനൊക്കെ, കടൽ മീനൊക്കെ ദിവസങ്ങൾ കഴിഞ്ഞാന്ന് വെച്ചാൽ നല്ല മീന് നമ്മൾ ചൂണ്ടയൊക്കെ. ഇപ്പൊ തന്നെ ഇവിടെ റോഡൊന്നും ഇല്ല. ഞങ്ങൾ ഈ റേഷന് പോയി ആ ബഹളവും യുദ്ധമൊക്കെ ചെയ്ത ശേഷം വീട്ടിന് കൊണ്ടുതരും. വീട്ടിലെ ആളില്ലെങ്കിൽ പോയത് അവര് മുമ്പേ ഇത് അറിയിക്കും. ഫോണുള്ളവരെ ഫോണിലിട്ട് വലിയതേപോലെ ഫോണുള്ളവരെ ഫോണിലോട്ട് ഇടും. അങ്ങനത്തെ കണ്ണമ്മയോടൊക്കെ ഒരു ദിവസം കൊടുക്കും. പിറ്റേന്ന് ഇവിടെ അന്നത്തെ റേഷമായി പോയി കാത്തിരുന്ന് റേഷൻ വാങ്ങിക്കണം. അങ്ങനെയൊക്കെ തന്നെ ബുദ്ധിമുട്ട്. പുരവിമല ഊരൂപ്പനാണ്. മുൻ പഞ്ചായത്ത് മെമ്പറായിരുന്നു. പിന്നെ എക്കോ ഡെവലപ്മെൻറ്റ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റാണ് ഇപ്പോഴും നിലവിൽ. പിന്നെ ഈ ഊരിലെ ഊരൂപ്പനാണ്. ഞങ്ങൾ പൂർവ്വമായിട്ട് എൻ്റെ അച്ഛനൊക്കെ പണ്ടത്തെ നാട്ട് ആചാരം പോലെ പഞ്ചായത്ത് ഭരണസമിതി വരുന്നതിന് മുമ്പ് മൂട്ടുപണി സമ്പ്രദായമായിരുന്നു ഞങ്ങളുടെ ഈ നാട്ടിൽ നിലകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ വന്നിട്ട് എൻ്റെ അച്ഛൻ വിളികാണി എന്ന് പറയും. കാര്യം ഈ കാണിയിലുള്ള എല്ലാ ആൾക്കാരെയും വിളിച്ചു കൂട്ടുന്നത് എൻ്റെ അച്ഛനാണ്. എന്നിട്ടാണ് മൂട്ടുപണിയുടെ അടുത്ത് വെച്ചിട്ട് നമ്മുടെ നാട്ടിലെ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുകയും എല്ലാം ചെയ്യുന്നത്. ഇപ്പോഴും വന്നിട്ട് ജനാധിപത്യം വന്നതിന് ശേഷം ഞങ്ങൾക്ക് എന്താ പറയുക, കൃഷി സാധാരണ ഞങ്ങൾ കൊച്ചുനാളിലെല്ലാം എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ കൃഷി ചെയ്ത് വെളിയിൽ നിന്ന് നാട്ടിനെ ആശ്രയിക്കാതെയാണ് ഞങ്ങൾ പിന്നെ ഭക്ഷണമാണെങ്കിലും മറ്റ് ആശുപത്രി നാട്ടിനങ്ങനെ ആശ്രയിക്കാറില്ല. പിന്നെ ഉപ്പ് മാത്രമാണ് വെളിയിൽ നിന്ന് ഞങ്ങൾ വാങ്ങിക്കുന്നത്. അപ്പോഴും ഞങ്ങളുടെ അച്ഛനും അപ്പന്മാരൊക്കെ 100-125 വർഷം വരെയൊക്കെ ജീവിച്ചിരുന്നിട്ടുണ്ട്. ഇപ്പം വന്നിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം നാട്ടിനെ തന്നെ ആശ്രയിച്ച് കൊണ്ടിരിക്കുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ മൃഗമാണ് ഞങ്ങൾക്ക് കൂടെ മെയിനായിട്ടുള്ള ഒരു പ്രശ്നം. കാര്യം ഞങ്ങൾക്ക് ഇപ്പം തന്നെ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് വെളിയിൽ പോയിട്ട് അരി സാധനങ്ങളൊക്കെ എല്ലാം വാങ്ങാൻ പറ്റത്തുള്ളൂ. കാര്യം ഇല്ലെങ്കിൽ ഇവിടെ തന്നെ ഈ കാണുന്നതെല്ലാം താഴെ മൊത്തം വയലാണ്. പിന്നെ ഇപ്പോഴും കരനെല്ലിൻ്റെ സീസണാണ്. ചിങ്ങമായി കഴിഞ്ഞാൽ വിളവെടുപ്പും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു നേരത്തെ നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴും വന്നിട്ട് വിളവെടുപ്പെന്ന് പറയുമ്പോൾ അരി വരെ ഞങ്ങൾ വെളിയിൽ നിന്നാണ് വാങ്ങുന്നത്. അതുകൊണ്ട് മൃഗശല്യം. കാര്യം രാത്രി ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കിങ്ങനെ പകലൊക്കെ ഇങ്ങനെ ഇരിക്കാമെങ്കിൽ തന്നെയും രാത്രിയായി പകൽ കുരങ്ങൻ്റെ ശല്യം, രാത്രി ആയി കഴിഞ്ഞാൽ പന്നിയും പ്ലാവ് ഇങ്ങനെ കാട്ടുപോത്തൊക്കെ ഇതിലൂടെ തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ആനശല്യം മാത്രം കൊണ്ട് ഇതിനപ്പുറത്തായിട്ട് 1 കിലോമീറ്റർ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ആനയുണ്ട്. ആന മാത്രം എൻ്റെ കൊച്ചുനാളിലെ കൂടെ വരുമായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ആന ശല്യം കുറവുണ്ട്. പക്ഷേ ഈ മൃഗങ്ങളുടെ ശല്യമാണ്. കാര്യം ഞങ്ങൾക്ക് ചെറു കൃഷികളാണ് ഞങ്ങൾ കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം വന്നിട്ട് ഇപ്പോൾ റബ്ബറിൻ്റെ ഒരു കടന്നുകയറ്റമായതുകൊണ്ട് റബ്ബർ തന്നെയാണ് ഞങ്ങളുടെ ആശ്രയം. കാര്യം കുരുമുളകൊക്കെ കേടുവന്ന് നശിച്ചു പോയി. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതമൊക്കെ ഒരു ദുർഘടം തന്നെയാണ്.
വേറെ വരുമാന മാർഗം ഒന്നും ഇല്ല. വേറെ കൂലിപ്പണികൾ അങ്ങനെയൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ വെളിയിലൊക്കെ പോയിട്ടാണ് കൂലിപ്പണി ചെയ്യുന്നത്. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇപ്പം മൂപ്പൻ അതിൽ തീർപ്പ് വരുത്തുന്ന സമ്പ്രദായം തീർച്ചയായിട്ടും ഇപ്പോഴും അങ്ങനെയൊന്നും നമ്മൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ എല്ലാവരും പോലീസ് ജനാധിപത്യം വന്നതിന് ശേഷം എല്ലാം പോലീസുമായിട്ട് ഇപ്പം നമ്മൾ ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കും. ഒരു അതിൽ തർക്കമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞു തീർക്കും. ഇപ്പം രണ്ട് പാർട്ടിക്കും പിന്നെ തുല്യത ഉണ്ടെങ്കിൽ, പക്ഷേ രണ്ട് പാർട്ടിക്കും തുല്യത ഇല്ലെങ്കിൽ നമ്മൾ നേരെ പോലീസ് സ്റ്റേഷനിൽ തന്നെ. അപ്പോൾ ഒരു മെമ്പറിനെയൊക്കെ ആശ്രയിക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു പ്രശ്നം വന്നാൽ മൂപ്പനാണ്. മൂപ്പനാണ് അന്നത്തെ ജനാധിപത്യം വരുന്ന മുമ്പേ മൂട്ടുകാണി സമ്പ്രദായമാണ്, മനസ്സിലാക്കണം. അപ്പോൾ അതിൽ വന്നിട്ട് എൻ്റെ ഞാൻ പറഞ്ഞില്ല ബിളിയാണി എന്ന് പറയാം. ആ പുള്ളിക്കാരെ അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഇവിടെ വന്ന് പറയുമ്പോൾ ഞാൻ ചെന്നിട്ട് എൻ്റെ അച്ഛനൊക്കെ ചെന്നിട്ട് മൂട്ടാണി എടുത്ത് പറയും. അവരെ അണ്ണനെ പെണ്ണിനെ വിളിച്ചിട്ട് പിന്നെ ഗുണദോഷിച്ച് കാര്യങ്ങൾ ക്ലിയറാക്കി അങ്ങ് വിടും. അപ്പോൾ ഈ ജനാധിപത്യം വന്നതിന് ശേഷം എല്ലാം രാഷ്ട്രീയമായിട്ടുള്ള അങ്ങനെ. എന്നാലും മൂപ്പനെ അനുസരിക്കുന്ന ആ ഒരു രീതി തീർച്ചയായിട്ടും ആ ഒരു ബഹുമാനമൊക്കെ എപ്പോഴും എല്ലാവർക്കും ഉണ്ട്. ഇപ്പം തന്നെ ട്രൈബലിൻ്റെ അരി ഇപ്പം പിന്നെ സാധാരണ തീരെ പാവങ്ങൾക്ക് വിധവകൾക്ക് 60 വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ ട്രൈബലിൽ നിന്ന് കിറ്റ് കൊടുക്കും. ഒരു 5 കിലോ അരിയും അതിന് വേണ്ട സാധനങ്ങളും കൊടുക്കും. അതിപ്പം കൊടുത്തിട്ട് ഞാൻ ഇപ്പം വന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ ഉദ്ഘാടനം പോലെ ആദ്യം കൊടുക്കുന്നത് നമ്മളാണ്. അങ്ങനെ ഇവിടെ എന്ത് കാര്യം ഉണ്ടെങ്കിൽ തന്നെയും, സർക്കാരിൻ്റെ കാര്യമാണെങ്കിൽ തന്നെയും, ഇവിടുത്തെ വേറെ എന്തെങ്കിലും കല്യാണം അങ്ങനെ എന്തെങ്കിലും കാര്യമൊക്കെയാണെങ്കിൽ നമ്മൾ തന്നെ ആദ്യം ക്ഷണിച്ചിട്ട് ചെന്ന് ചെയ്യുന്നത്. കൊച്ചുനാളിലൊക്കെ ഞങ്ങൾ ഒരു സാധനം വെളിയിൽ നിന്ന് വാങ്ങില്ല. ഉപ്പ് മാത്രമേ വാങ്ങുള്ളൂ. ബാക്കി എല്ലാ സാധനവും അതാണ് നമ്മളെ പൂർവ്വരൊക്കെ 100-125 വയസ്സ് വരെയൊക്കെ ജീവിച്ചിരുന്നത്. ഇപ്പോഴും വന്നിട്ട് ഞങ്ങൾ എന്ത് സാധനം വേണമെങ്കിലും കപ്പക്കിഴങ്ങ് തന്നെയും വെളിയിൽ നിന്ന് വാങ്ങണം. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കരുതലിൻ്റെ സീസണാണ്. ഞങ്ങൾക്ക് ചിങ്ങ ആയിക്കഴിഞ്ഞ വിളവെടുപ്പാണ്. അപ്പോൾ അതൊക്കെ അന്നൊക്കെ എന്ന് പറയുമ്പോൾ ഉണ്ട്. അന്ന് മൃഗം ഉണ്ടെങ്കിൽ തന്നെയും അന്ന് നായാട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള സമ്പ്രദായങ്ങളൊക്കെ ഉണ്ട്. പേടിയുണ്ട്. ഇന്നൊരു പടക്ക് വെടി വെച്ചാൽ പന്നി തിരിച്ചിങ്ങോട്ട് വരും. അന്നൊരു പടക്ക് വെടി വെച്ച് പടക്കെന്ന് പറഞ്ഞാൽ വിളയിൽ പാട്ട പിന്നെ തീ കത്തിച്ചിട്ട് കഴിഞ്ഞാൽ പന്നി വരില്ല. അത് കുറച്ച് പന്നികളെ ഉള്ളും താനും. ഇന്നിപ്പോൾ മൃഗങ്ങൾ കൂടുതലുണ്ട്, പേടിയില്ല. ഈ മല അണ്ണാനൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെയൊന്നും ഇല്ല അന്ന്. ഇതാ ഇപ്പോഴൊക്കെ വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പം പുളി സീസണായി. പുളിയൊക്കെ വന്ന് ചുമ്മാ വെട്ടിയങ്കളായി പുളി. അതുപോലെ തന്നെ ഇപ്പം ഈ തെങ്ങിൽ തേങ്ങ നേരത്തെയൊക്കെ കുരങ്ങ് അങ്ങനെ തേങ്ങ പറിക്കില്ലായിരുന്നു. ഇപ്പം കുരങ്ങും തേങ്ങ പറിക്കും. ഈ മലയണ്ണ അതും ഇതിനെ കരണ്ടി അങ്ങ് മുറ്റിയിരിക്കുന്നതിനെ കരണ്ടി അങ്ങ് തിന്നും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള വൈദ്യമൊക്കെ ഉണ്ടോ ഇവിടെ? ഉണ്ട്. ഇപ്പോഴും വന്നിട്ട് എല്ലാ മരുന്നുകളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. ഇപ്പം വന്നിട്ട് ഇന്നിപ്പോഴ് തിരുവനന്തപുരത്ത് നിന്ന് ആയുർവേദ കോളേജിൻ്റെ പഠന കേന്ദ്രത്തിൽ നിന്ന് 2 ഡോക്ടർമാർ വന്ന് അവരെയും കൊണ്ട് 2 വൈദ്യൻ്റെ അടുത്ത് പോയിട്ട് അവർ പോയി ഇവിടെ. ഇപ്പം പിന്നെ എല്ലാ ആൾക്കാരും പണ്ടത്തെ രീതിയിലല്ല. കാര്യം എന്ന് പറയുമ്പോൾ ആയുർവേദം ഈ ചില രോഗങ്ങൾ നമുക്ക് ഫലിക്കാറില്ല. ഇത് നാട്ടുവൈദ്യമല്ലേ? നാട്ടുവൈദ്യം. അന്നൊക്കെ അങ്ങനെ പറഞ്ഞില്ല. കൊച്ചുനാളിലൊക്കെ കൊച്ചുകുട്ടിയൊക്കെ ആണെങ്കിലും വലിയവർക്കാണെങ്കിലും പനിയൊക്കെ ഇവിടെ തന്നെ അന്നത്തെ ആ ഒരു പിന്നെ ആഹാരത്തിൻ്റെ രീതി വെച്ചു. ഇപ്പോൾ നമുക്ക് എല്ലാം കീടാണുക്കളായ ആഹാരങ്ങളിൽ കിട്ടുന്നു. അതുകൊണ്ട് ഒരു പനി വന്നാൽ തന്നെ കുറയില്ല. അത് ഇവരൊക്കെ ബാക്കിയുള്ള ആളുകൾ പറയുന്നത് ഈ കൊറോണയുടെ വാക്സിൻ എടുത്തതിന് ശേഷം തീർച്ചയായിട്ടും എല്ലാവർക്കും. നിങ്ങൾ സമ്മതിച്ചായിരുന്നു വാക്സിൻ എടുക്കാൻ? കാര്യം എന്ന് പറഞ്ഞാൽ എന്തെന്നറിയാവോ, എടുത്തില്ലെങ്കിൽ കല്യാണത്തിന് പങ്കെടുക്കാൻ പറ്റൂല, ആശുപത്രിയിൽ പോകാൻ പറ്റൂല, അങ്ങനെ ഇങ്ങനെ പറയുമ്പോഴേ അല്ലാതെ മനസ്സോടല്ല. സ്വയം മനസ്സോടല്ല ഇതെന്ന് പറഞ്ഞാൽ. കാരണം പൊതുവേ ഒരു അസുഖം അത് കുറയുകയും വേണം. ഇപ്പം ഇങ്ങനെ കൂടി പറയുമ്പം പിന്നെ നമ്മൾ 100 രൂപ കൊടുത്തിട്ട് എവിടെ പോയാലും ഒരു കാർഡ് വേണം. മോതിര പടമൊക്കെ അടിച്ചൊരു കാർഡൊക്കെ കൂടി അതെടുത്ത് വീട്ടിൽ വെച്ചു. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. അങ്ങനെ എല്ലാം പറയാം. ഇല്ലെങ്കിൽ ഇവിടെ ഒരു 4-5 ആൾക്കാർ എടുത്തിട്ടില്ല. അവർക്ക് ഇന്നും അതിൻ്റെതായ ഒരു എനർജി ഉണ്ട്. അപ്പോൾ നമ്മൾക്കിപ്പോൾ എടുക്കണമെന്ന് പറഞ്ഞാൽ നമുക്കൊരു എന്താണെങ്കിലും വയ്യാതെ വന്നു കഴിഞ്ഞാൽ ആശുപത്രി പോകണമല്ലോ. അപ്പോഴും അവിടെ പോകുമ്പോൾ നമ്മൾ ഈ കോവിഡിൻ്റെ ഇഞ്ചക്ഷൻ എടുത്തില്ലെങ്കിൽ ചികിത്സയില്ലല്ലോ. 2 എടുത്ത് 3 എടുത്തില്ല. ഇവിടെ വന്നിട്ട് ഇതൊരു സെറ്റിൽമെൻറ്റ് പുരയുമല. ഇത് മൊത്തം 11 സെറ്റിൽമെൻ്റ് ഉണ്ട്. ഇവിടെ വന്നിട്ട് 90 സംതിങ് കുടുംബമുണ്ട് ഞങ്ങൾ ഈ ഒരു സെറ്റിൽമെൻറ്റ്. അന്ന് വന്നിട്ട് തെമ്മല എന്ന് പറയും. അത് ഇവിടെ നിന്ന് അപ്പുറത്ത് ഒരു ഇത് അൺഫോറസ്റ്റാണ്. പകുതി പിന്നെ സെറ്റിൽമെൻറ്റും അങ്ങ് ആ പാറയ്ക്ക് മുകളിലോട്ട് കാണുന്നത് ഫോറസ്റ്റ്, ഇതിന് മുകളിലോട്ട് കാണുന്നത് ഫോറസ്റ്റ്. കുറച്ച് ഇങ്ങനെ ഇടത്തിങ്ങിയുള്ള ഇതിലാണ് ഞങ്ങൾ കിടക്കുന്നത്. കുറച്ച് ഇപ്പം നിങ്ങൾ വന്നപ്പോൾ കുറച്ച് വനം കണ്ടല്ലോ അങ്ങ്, അതത്രയും ഫോറസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തോട്ടാണ് പിന്നെ സെറ്റിൽമെൻറ്റ് തുടക്കം. ഇതിങ്ങനെ വന്നിട്ട് പിന്നെ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ വനമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് സെറ്റിൽമെൻറ്റ് ഫോറസ്റ്റിൻ്റെ ഇടയ്ക്കായിട്ട് കിടക്കുന്നത്. ഞങ്ങൾ വേറൊരു സെറ്റിൽ കൊമ്പയെന്ന് അവിടെ ഒരു 8 വീട്ടുകാരുണ്ട്. അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് വള്ളം കയറി വേണം അക്കരെ ചെല്ലാൻ. അവിടെ ഇപ്പോഴും ആന ഉണ്ട്.
ഞാൻ ദുർഘടം നമ്മൾക്ക് ഞാൻ പറഞ്ഞല്ല. ഇപ്പോൾ രാത്രി 6 മണിയൊക്കെ ആയി കഴിഞ്ഞാൽ പന്നി ഇതിലെ കൂടെ പട്ടികൾ പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ഇല്ലെങ്കിൽ ഞങ്ങൾ മരിച്ചിനി, കാച്ചിൽ, കിഴങ്ങ് ഇതൊക്കെ ചാക്കിൽ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കൂടെ പട്ടികളെ കൊള്ളകൊണ്ട് വരാത്തത് കൊണ്ടാണ് വച്ചിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് എല്ലാ പ്രാവശ്യവും ഈ ചെറു കൃഷികളുണ്ട്. മരിച്ചിനാണെങ്കിലും കാച്ചിൽ, ചേമ്പ് ഇങ്ങനെയൊക്കെ. ഇതൊന്നും ഇപ്പം കിട്ടില്ല. ഇതെല്ലാം പട്ടിയൊന്നും ഉറങ്ങുകയാണെങ്കിൽ പട്ടി കുരയ്ക്കുമ്പോൾ ഞങ്ങൾ എഴിച്ച് വരട്ടും. ഇല്ലെങ്കിൽ പട്ടീനെ എടുത്തുകൊണ്ട് പന്നി വരും. അങ്ങനെ കുറച്ച് കുട്ടികൾ ഇവിടെ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നുണ്ട്. ഒരു ചെറിയ ഒരു വെള്ളക്കെട്ട് പോലെയുള്ള ഒരു സ്ഥലം, അവിടെ നിന്ന് ഒരു ചൂണ്ടയിട്ട് മീൻ പിടിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ജീവിതവും ദുരിതവും ഒക്കെ ഒരുവിധമൊക്കെ കേട്ടറിഞ്ഞു. വളരെ പണ്ടുള്ള അവസ്ഥയിൽ നിന്നൊക്കെ കുറേയേറെ മാറ്റങ്ങൾ ഈ സ്ഥലത്തിനുണ്ടെന്നവർ പറയുന്നുണ്ട്. എന്നാലും സർക്കാർ കൊടുക്കുന്ന സഹായത്തിനൊന്നും വേഗത പോരാ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ട മൂപ്പൻ്റെ വീടിൻ്റെ അവസ്ഥ തന്നെ ആണെങ്കിലും ലൈഫ് മിഷന് കിട്ടിയൊരു വീടാണ്. അതിൻ്റെ ഒരു പകുതി വരെ എത്തിയെന്ന് പറയാം, അത്രേ ആയിട്ടുള്ളൂ. അങ്ങനെ നമ്മളൊക്കെ എത്രത്തോളം സുഖസൗകര്യങ്ങളിലാണ് ജീവിക്കുന്നതെന്ന് ഇവിടെ വന്ന് കണ്ടാലേ മനസ്സിലാവുകയുള്ളൂ. എന്താണെങ്കിലും വ്യത്യസ്തമായിട്ടുള്ളൊരു എപ്പിസോഡായിരുന്നു ഇതെന്ന് കരുതുന്നു. നിങ്ങളിൽ ചിലരെങ്കിലും ആദ്യമായിട്ടാണ് ഇവിടുത്തെ കാഴ്ചകളും ഇവരെയുമൊക്കെ കണ്ടത് എന്നും കരുതുന്നു. നമസ്കാരം.